അപ്പോൾ ഈ ക്രിസ്തുവിനെ പോലെ നമ്മൾ എങ്ങനെ സ്നേഹിക്കും? എങ്ങനെ ഇത് സാധ്യമാകും? യേശു ഒരു മാതൃക കാണിച്ച് നമ്മളോട് അതുപോലെ ചെയ്യുവാൻ പറഞ്ഞിരിക്കുക. സ്തോത്രം. നമുക്കൊരു വചനം വായിക്കാം. 1 യോഹന്നാൻ 3 നമ്മൾ 16 വായിച്ചു. അതൊന്നും കൂടെ വായിക്കാം. അതിന്റെ 16, 17, 18. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്നറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചുകൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകയുള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. സ്തോത്രം. ഈ സ്നേഹം നമ്മൾ എങ്ങനെ സ്നേഹിക്കും? അതിനുള്ള ഉത്തരമാണ് ഈ വചനം. നോക്ക്, അനേകർക്ക് മുട്ടുള്ളത് കണ്ടുകൊണ്ട്, അനേകർ കഷ്ടതയിലായിരിക്കുന്നത് കണ്ടുകൊണ്ട്, അനേകർ പിശാചിന്റെ പിടിയിലായിരിക്കുന്നത് കണ്ടുകൊണ്ട്, അനേകർ രോഗത്തിലായിരിക്കുന്നത് കണ്ടുകൊണ്ട് എങ്ങനെ നിങ്ങൾ അതെല്ലാം കണ്ടില്ലെന്ന് നടിച്ച് നിന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കും? അങ്ങനെയെങ്കിൽ എങ്ങനെ ദൈവസ്നേഹം നിന്നിലുണ്ട് എന്ന് നീ പറയും? വചനം നമ്മളോട് ചോദിക്കുക, ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ലോകത്തിൽ ഉണ്ടായിട്ടും അവരുടെ ഒന്നും നേരെ നിനക്കൊരു മനസ്സലിവ് തോന്നുന്നില്ലെങ്കിൽ, അവരോടെല്ലാം രക്ഷയെക്കുറിച്ച് പറയണമെന്ന് നിനക്ക് തോന്നുന്നില്ലെങ്കിൽ, അവർക്ക് വേണ്ട സഹായം ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നില്ലെങ്കിൽ, എങ്ങനെ ദൈവസ്നേഹം നിന്നിലുണ്ട് എന്ന് പറയും? എന്നിട്ട് പറയുക, നീ ഈ സ്നേഹം കാണിക്കേണ്ടത് വാക്കിനാലല്ല. വാക്കുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാം. എനിക്ക് വളരെ വേദനയുണ്ട് കേട്ടോ നിങ്ങളെ കണ്ടിട്ട്. ഞാൻ ഇന്നലെ മുഴുവൻ ഇരുന്ന് കരയായിരുന്നു. ഇന്നലെ മുഴുവൻ കരയൊന്നായിരിക്കില്ല, പറയാ വെറുതെ. ചിലരൊക്കെ ചില അവസ്ഥകളിൽ കാണുമ്പോൾ വലിയ വാക്കുകളൊക്കെ പറയും. ഇവിടെ പറയുക, കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പിന്നെയോ പ്രവൃത്തിയാലും സത്യത്താലും തന്നെ സ്നേഹിക്കുക. അല്ലേ? സ്നേഹിക്കുക. നോക്ക്, നമ്മളുടെ സ്നേഹം വെറുതെ വാക്കുകൾ കൊണ്ടുള്ളത് ആവരുത്. നമ്മളിവിടെ എല്ലാം കൂടിയിരുന്ന് ഞായറാഴ്ച വചനം കേൾക്കുന്നതിന്റെ ഒക്കെ പിന്നിൽ ഈ സ്നേഹം നമ്മളിൽ വെളിപ്പെടണം. ക്രിസ്തുവിന്റെ അതേ സ്നേഹം നമ്മളിൽ വെളിപ്പെടണം. നമ്മൾ ക്രിസ്തുവിന്റെ സാക്ഷിയാണ് എന്ന് പറയണം. അല്ലാതെ നമ്മൾ വിശ്വാസത്തിൽ വന്നു, ക്രിസ്തുവിന്റെ സ്നേഹം പ്രതിഫലിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ LKG നിന്ന് UKG പോയിട്ടില്ല. ക്ലാസ് ഈസ് ഇൻ സ്റ്റിൽ LKG. നമുക്ക് ആദ്യം നമ്മൾ ക്രിസ്തുവിന്റെ സാക്ഷിയാകണം. അവന്റെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കണം. നിന്റെ ഭവനത്തിൽ അത് പ്രതിഫലിക്കണം. നിന്റെ ജീവിത പങ്കാളിയുടെ മുൻപിൽ അത് പ്രതിഫലിക്കണം. നിന്റെ മക്കളുടെ മുൻപിൽ അത് പ്രതിഫലിക്കണം. നീ താഴ്മയുള്ളവനായിരിക്കണം. നിന്നിൽ ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടണം. ജീവൻ നിന്റെ കൊടുക്കണം. നീ ഉള്ളത്തിൽ നുറുങ്ങും. ചില സാഹചര്യങ്ങൾ ദൈവം അതിനുവേണ്ടി അനുവദിക്കും. നിന്റെ ഭവനത്തിൽ മാതാപിതാക്കളെ നീ നോക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. അവിടെ എല്ലാം ചിലപ്പോൾ നമ്മളുടെ ഹൃദയം നുറുങ്ങുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ നീ കർത്താവിന്റെ സാക്ഷിയായി ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചു കൊണ്ടിരിക്കണം. നീ ക്ഷമിച്ചുകൊണ്ടിരിക്കണം. ജീവിത പങ്കാളിയോട് നീ എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കണം. മക്കളോട് നീ എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരിക്കണം. നിന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഭവനത്തിൽ നീ ചെയ്തുകൊണ്ടിരിക്കണം. നീ ആ പ്രവൃത്തിയാൽ നിന്റെ സ്നേഹം വെളിപ്പെടണം. അപ്പോൾ ക്രിസ്തു, അപ്പോൾ ജീവൻ കൊടുക്കുന്ന സാഹചര്യങ്ങളാ പറയുന്നത്. എല്ലാ മേഖലയിലും. ഇപ്പൊ ഒരു കുട്ടി, അവന് ചിലപ്പോൾ പഠിക്കാൻ തോന്നില്ല. ദൈവത്തിന്റെ ഹിതം എന്താ? അവനിരുന്ന് പഠിക്കണം എന്നുള്ളതാ. അല്ലാതെ വീട്ടുകാരെ അന്വേഷിച്ച് നടക്കാനുള്ള സമയമല്ല ഒരു കുട്ടി, സ്കൂളിൽ പോകുന്ന കുട്ടിക്ക്. അവനിരുന്ന് പഠിക്കണം, അവന് തോന്നണമെന്നില്ല. അവനെ സമർപ്പിക്കുക, കൊടുക്കുക, ജീവൻ കൊടുക്കുക. അത് അവന്റെ ഇഷ്ടം നോക്കിയല്ല. പലപ്പോഴും നമ്മളുടെ കാര്യത്തിലും നമുക്ക് മുഴുവൻ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല ചുറ്റും സംഭവിക്കുന്നത്. നമ്മൾ ജീവനെ കൊടുക്കുകയോ വേദന സഹിക്കുക,
സഹിഷ്ണുത കാണിക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞ്, തന്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവന് എന്റെ ശിഷ്യനായിരിക്കുവാൻ സാധ്യമല്ല. ആ ക്രൂശ്, ചില അനുഭവങ്ങൾ ഭവനത്തിൽ നിന്ന്, വീട്ടുകളിൽ നിന്ന് ഒക്കെ ഉണ്ടാകും. അതെല്ലാം നീ സന്തോഷത്തോടെ എടുത്ത് സഹിക്കണം. അപ്പോഴെല്ലാം നീ സ്നേഹിച്ചു കൊണ്ടിരിക്കണം. അവരുടെ സ്വഭാവം നമുക്ക് ഒട്ടും പറ്റാത്ത രീതിയിൽ വരും. അപ്പോൾ തന്നെ, ഓ ഇവനിൽ പിശാചുണ്ട്, ഇവൻ ദേഷ്യക്കാരൻ, അവൻ അങ്ങനെ എന്ന് പറഞ്ഞു. നോ, നീ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. പിശാചുണ്ടെങ്കിൽ ഒക്കെ നിന്റെ പ്രാർത്ഥനാ മുറി കയറി ദൈവത്തിന്റെ മുൻപിൽ ഇരുന്ന് ശാസിച്ച് പ്രാർത്ഥിക്കുക, അല്ലാതെ അവന്റെ മുൻപിലല്ല ശാസന. ഇത് തന്നെ ചിലർക്ക് മനസ്സിലായിട്ടില്ല. ചിലര് ശാസന പിശാചിനോട് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യേണ്ടത് ഈ വ്യക്തിയുടെ മുൻപിലാ ചെയ്യുന്നത്. നോ, നീ സ്നേഹിക്കാനാണ് നിന്നെ വിളിച്ചിട്ടുള്ളത്. നിന്റെ ജീവൻ കൊടുക്കുവാനാണ് നിന്നെ വിളിച്ചിട്ടുള്ളത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് വാക്കിനാലും അല്ല, വാക്കിനാലും നാവിനാലും അല്ല, പിന്നെയോ പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സത്യമാണ്. നിന്റെ ജീവിത പങ്കാളി, നിന്റെ ഭാര്യ, അതൊരു സത്യം. അതിന് മാറ്റാൻ സാധ്യമല്ല. അവൾ എങ്ങനെയാണെങ്കിലും നീ സ്നേഹിച്ചേ പറ്റൂ, നീ ക്ഷമിച്ചേ പറ്റൂ, നീ ഉത്തരവാദിത്തം എടുത്തേ പറ്റൂ. മക്കൾ സത്യമാണ്, മാതാപിതാക്കൾ സത്യമാണ്, നിന്റെ സഭ സത്യമാ, കൂട്ടു സഹോദരന്മാർ സത്യമാ, അവരുടെ ആവശ്യം നിന്റെ ആവശ്യമാ, നിന്റെ ശരീരത്തിന്റെ ഭാഗമാ. നിനക്കത് തോന്നിയാലും ഇല്ലെങ്കിലും സത്യം അതാണ്. നിന്റെ ശരീരത്തിന്റെ ഭാഗമായി ഇരിക്കുന്നത്. നിന്റെ ഒരു ശരീരത്തിന്റെ അവയവത്തിന് വേദനിക്കുമ്പോൾ നിനക്ക് മുഴുവൻ വേദനിക്കും. അങ്ങനെ ആയിരിക്കണം. അതിനെ ആ സ്നേഹം എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി നീ ജാഗരിക്കും, അവർക്ക് വേണ്ടി നീ സമയം കൊടുക്കും. നിന്റെ പ്രവൃത്തി, നിന്റെ ജീവൻ കൊടുക്കുന്ന പ്രവൃത്തി അതിൽ വെളിപ്പെടും. ക്രിസ്തു സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുക. നമുക്ക് ആർക്കും ഒഴിവുകഴിവില്ല. ക്രൂശ് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. പോരാത്തതിന് ശുശ്രൂഷയായിട്ട് തന്നിട്ടുമുണ്ട്. നിങ്ങൾ കൂടി വരുമ്പോഴെല്ലാം ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ക്രൂശിനെ നമ്മൾ എല്ലാ ആഴ്ചയും നമ്മുടെ ഉള്ളത്തിൽ കൊണ്ടുവരികയാണ്. ആ ക്രൂശ് നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ജീവൻ കൊടുത്ത കർത്താവ് നമ്മുടെ മുൻപിൽ നിൽക്കുകയാ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, സ്തോത്രം, താങ്ക് യു ലോർഡ്. നമ്മൾ അടുത്ത ഒരു വചനം വായിക്കുന്നത്, ഇത് ചെയ്യുവാൻ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഒന്ന്, ഇതേ ലേഖനം 1 യോഹന്നാൻ 2:15 നമുക്ക് വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതോ? ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ശ്രദ്ധിക്ക്, നമ്മളിപ്പോ കേൾക്കുന്നത് എന്താണെന്നറിയോ? എങ്ങനെയാണ് ഈ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. ഇങ്ങനെ സ്നേഹിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ഇത് ശ്രദ്ധിക്കും. ക്രിസ്തു സ്നേഹിച്ചില്ല, ഇനിയിപ്പോ ഞാൻ എന്തിനാ സ്നേഹിക്കണേന്നുള്ള ചിന്തയുള്ളവർക്ക് നോക്ക്, ക്രിസ്തു പറയുക, ഞാനിത് ചെയ്തു, നിങ്ങളും അതുപോലെ ചെയ്യുവിൻ, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ കൊടുക്കുവിൻ. ഇതെങ്ങനെ ചെയ്യുമെന്നാ നമ്മളിപ്പോ ധ്യാനിക്കുന്നത്. പ്രൈസ് ഗോഡ്. എങ്ങനെ നമ്മളിത് പ്രാവർത്തികമാക്കും? അതാണ് നമ്മൾ ആദ്യം ഈ വാക്കിനാലും നാവിനാലുമല്ല പ്രവൃത്തിയാലാണെന്ന് കണ്ടു. രണ്ടാമത് കാണുകയാ, ഇവിടെ ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 2:15 ഒന്നുകൂടെ വായിക്കാം. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. പ്രൈസ് ഗോഡ്. ഇത് വലിയൊരു സത്യമാണ്. നമുക്ക് ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അങ്ങനെ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങളിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ഒന്നും കൂടെ വചനം ചേർന്ന് വായിക്കാം. നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിച്ചാൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. അപ്പോൾ ഈ സ്നേഹം കൊടുക്കുന്ന, ജീവൻ നൽകുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ ലോകത്തെ നമ്മൾ സ്നേഹിച്ചാൽ നടക്കുകയില്ല. ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള പലതിനെയുമാണ് നമുക്ക് പ്രിയം. എപ്പോഴും ലോകത്തിൽ അത് വേണം, ഇത് വേണം. അങ്ങനെയുള്ള ലോകത്തിലുള്ള പലതിനും നീയും സ്നേഹിക്കുമ്പോൾ എന്തു പറ്റും?
പിതാവിന്റെ സ്നേഹം, ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളിൽ വെളിപ്പെടില്ല, ആ സ്നേഹം നമ്മളിൽ വരില്ല. നമുക്ക് പലരും ഈ ലോകത്തിലുള്ള പലതിനും വേണ്ടിയാണ് വിശ്വസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ നമ്മളുടെ ജീവൻ കൊടുക്കണം എന്ന സത്യം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ലോകത്തിലുള്ള പലതും വേണം, അതിലൊക്കെ ആഗ്രഹമാണ്. ഇന്ന സാധനം വേണം, ഇന്ന സ്ഥലത്ത് പോകണം, ഇന്ന കാറ് വേണം, ഇന്ന വീട് വേണം, ഇന്ന ബന്ധങ്ങൾ വേണം, ഇന്ന പൊസിഷൻ വേണം. അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക, ലോകത്തിലുള്ള പലതിനും വേണ്ടി. നോക്ക്, ഇതൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരേണ്ടതാ. നമ്മൾ ജീവൻ കൊടുക്കുമ്പോൾ, നമ്മൾ ദൈവരാജ്യത്തിലുള്ള അപ്പോയിന്റ്മെന്റ് അനുസരിച്ച് ജീവിക്കുമ്പോൾ, നമ്മളുടെ ജീവൻ, നമ്മളുടെ സമയം ദൈവരാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ, ബാക്കിയെല്ലാം കർത്താവ് കൂട്ടിച്ചേർക്കും. നീ അതിനു വേണ്ടി അല്ല വിശ്വസിക്കുന്നത്. ചിലർ പറയും, നീ വിശ്വസിച്ചാൽ ഇത് കിട്ടും, ഇത് കിട്ടും, അങ്ങനെ ഒരു ലിസ്റ്റ് പച്ചക്കറി കടയിൽ കിട്ടുന്ന പോലെ. നീ അതിനു വേണ്ടിയല്ല നീ വിശ്വസിക്കുന്നത്. അതെല്ലാം കിട്ടും, ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ കിട്ടിയേക്കും. പക്ഷെ നീ വിശ്വസിക്കുന്നത് നിന്റെ പാപമോചനത്തിനും, നിന്റെ ജീവൻ കൊടുക്കുന്നതിനും, ദൈവരാജ്യത്തിൽ നീ പ്രയോജനപ്പെടുന്നതിനും, നിത്യതയിൽ നീ കർത്താവിനൊത്ത് ആയിരിക്കുന്നതിനും, ഇതിനൊക്കെ വേണ്ടിയാ. നമ്മുടെ കണ്ണുകളൊന്ന് തുറക്കട്ടെ, കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ഗോഡ്. അപ്പോൾ ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നീ വിശ്വസിക്കുകയാണെങ്കിൽ, വേറൊരു സ്ഥലത്ത് പറയുന്നു, ലോകത്തിലുള്ള കാര്യങ്ങൾക്കാണ് നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെങ്കിൽ നീ ലോകത്തിലുള്ളവരെക്കാൾ ദയനീയൻ അത്രയെന്ന്. നിനക്കിപ്പോ ലോകത്തിൽ പലതും വേണമെങ്കിൽ നീ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണെങ്കിൽ ലോകത്തിലുള്ളവരെക്കാൾ ദയനീയരാണ്. കാരണം എന്താ? ലോകത്തിലുള്ളവരെല്ലാം നന്നായിട്ട് അത് ചെയ്ത് നേടിയെടുക്കും. ലോകത്തിലുള്ള പലതും പ്രാപിക്കാനാണ് നീ യേശു യേശു എന്ന് വിളിച്ച് നടക്കുന്നതെങ്കിൽ ലോകത്തിലുള്ളവരെക്കാൾ ദയനീയമാണ് നിന്റെ സ്ഥിതി. കാരണം എന്താ? അതൊക്കെ ഭംഗിയായിട്ട് ലോകത്തിലുള്ളവർ അതിലും നന്നായിട്ട് നേടിയെടുക്കും. നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നത് നമ്മളുടെ പാപമോചനത്തിനും നിത്യജീവനും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നതിനും അവനോടൊത്ത നിത്യവാസത്തിനും അവന്റെ തെരഞ്ഞെടുപ്പിന് അനുസരണമുള്ളവരാകുവാൻ ജീവൻ കൊടുക്കുവാനാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മളുടെ ഉള്ളത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സ്നേഹം വെളിപ്പെടണമെങ്കിൽ ലോകത്തിലുള്ളതിനോടുള്ള ആകർഷണം നിർത്തണം. ലോകത്തിലുള്ളതിന് വേണ്ടിയല്ല നമ്മൾ വിശ്വസിച്ചത്. നമ്മൾ ആത്മീയമായി ഉന്നതത്തിലുള്ളതിന് വേണ്ടിയാണ് വിശ്വസിക്കുന്നത്. കർത്താവിനോട് ചേർന്നിരിക്കാനാണ് വിശ്വസിക്കുന്നത്. നമ്മളുടെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുവാനാണ് വിശ്വസിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇത് വ്യക്തമാക്കുന്ന ഒരു വചനം കൂടെ വായിക്കാം. യോഹന്നാൻ തന്നെ 12:24 മുതൽ 26 വരെ ശ്രദ്ധിച്ചു വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്തോ എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. നമുക്ക് ശ്രദ്ധിക്കാം. 12 യോഹന്നാൻ 12:24. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും, ചാകുന്നുവെങ്കിലോ വളരെ വിളവുണ്ടാകും. എന്താണ് മനസ്സിലായത്? മനസ്സിലായി. ഇതിപ്പോ പാസ്റ്റർ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണാലേ മുളച്ചു വരുള്ളൂ, അല്ലെങ്കിൽ മുളക്കില്ല. എല്ലാ കാര്യവും അതിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞു. ഇതാണോ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. നിലത്ത് വീണ് ചാകുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. എന്താ പറയുന്നത്? ആരാ ഗോതമ്പ് മണി? നമ്മളാ ഗോതമ്പ് മണി. ഈ ഗോതമ്പ് മണി ലോകത്തിൽ വീണ്, ലോകമാകുന്ന നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കും. നിലത്ത് വീണ് ചാകുന്നെങ്കിലോ അത്
വളരെ ഫലം പുറപ്പെടുവിക്കും. ഗോതമ്പ് മണി അങ്ങനെ തന്നെയാ, ശരിയാ, നല്ല ഉദാഹരണമാണ്. ആ വിത്ത് നിലത്ത് വീണ് അഴുകി അതിൽ നിന്ന് ജീവൻ വന്ന് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തിൽ വീണ് ചാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവൻ കൊടുക്കുമ്പോൾ, മരണം മാത്രമല്ല, നമ്മളുടെ സമയം, നമ്മളുടെ അധ്വാനം, നമ്മളുടെ സമ്പത്ത്, ആരോഗ്യം, വാക്കുകൾ, നമ്മൾ ബേസിക്കലി പറഞ്ഞാൽ ദൈവ കൽപ്പന അനുസരിക്കുക. ദൈവം പറഞ്ഞു നിങ്ങൾ സുവിശേഷം പറയണം, നമ്മൾ സുവിശേഷം പറയുക. നമുക്ക് തോന്നിയിട്ടൊന്നുമല്ല, ആദ്യം ഒന്നും തോന്നില്ല പറയാൻ, ചെറിയ ലജ്ജയൊക്കെ ഉണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ലജ്ജയൊക്കെ മാറി അത് ശീലാവും. തോന്നിയിട്ടൊന്നുമല്ല. ചിലരിങ്ങനെ ദേഷ്യത്തിലൊക്കെ നോക്കും. ചാകുകയാണ്, നമ്മൾ ചാകുകയാണ്. അത് ചിലവർക്ക് എന്താന്ന് വെച്ചാൽ പറയാൻ നന്നായിട്ട് തോന്നും, എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയല്ല, എല്ലാവർക്കും തോന്നിയിട്ടൊന്നുമല്ല. അവർ അനുസരിക്കുക, ചാകുക, സ്വയം ചാകുകയാണ്. കൂട്ടായ്മയിൽ വരാൻ എനിക്ക് തോന്നുന്നില്ല എന്നേ, അവിടെ ആകെപ്പാടെ ഒരു പ്രശ്നം പോലെ. തോന്നലല്ല അത് അനുസരണമാണ്. ആ കൂട്ടായ്മയിൽ വന്നാലേ ഉള്ളൂ നമുക്ക് അത് സുവിശേഷം പറയുവാൻ തക്കവണ്ണം ശക്തി ലഭിക്കുകയുള്ളൂ, വിശ്വാസം വർദ്ധിക്കുകയുള്ളൂ. എന്നാലേ ശിഷ്യത്വത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, എന്നാലേ ശിഷ്യരെ സമ്പാദിക്കാൻ പറ്റുള്ളൂ. അതിലൊക്കെ ഉപരി സാക്ഷ്യം വെളിപ്പെടുകയുള്ളൂ. അത് സഭയിലൂടെയാ ചെയ്യുന്നത്, എന്റെ തോന്നലല്ല. ഞാൻ ചാകുകയാ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയേ ഇരിക്കും എന്ന് പറഞ്ഞാൽ, പലർക്കും പറ്റുന്നത് ഈ ഗോതമ്പ് മണി നല്ല പോളിഷ് ചെയ്ത് നല്ല ഈ ചില പാക്കറ്റ്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ എന്ത് ഭംഗിയുള്ള ഗോതമ്പ് മണി, അനങ്ങിയിട്ടില്ല, നല്ല മുടിയൊക്കെ ചീകി നല്ല ഭംഗിയോടെ നിൽക്കുകയാണ് വ്യക്തി. കാരണം എന്താ? ഒരു അലച്ചിലില്ല, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുക. യാതൊരു നിലത്ത് വീണ് ചാകുന്ന പരിപാടിയൊന്നുമില്ല. നല്ല ഗോതമ്പ് മണി മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുകയോ, മറ്റുള്ളവരോട് സുവിശേഷം പറയുകയോ, മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയോ, പ്രാർത്ഥിക്കുകയോ, ആ ഭാരം എടുക്കുകയോ, ഇതൊന്നും ചെയ്യാനില്ല. നിലത്ത് വീണ് ചാകുന്നില്ല, നല്ല കുട്ടപ്പനായിട്ടിരിക്കും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അതങ്ങനെ തനിയെ ഇരുന്നോളുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഫലവും അതിൽ നിന്ന് പുറപ്പെടുകയില്ല. ഒരു ഫലവും, സ്വർഗരാജ്യത്തിൽ നിനക്ക് ഒരു റിവാർഡും ഉണ്ടാവുകയില്ല. എത്തുകയാണെങ്കിൽ, എത്തുമെന്ന് കർത്താവിന് മാത്രമേ അറിയുള്ളൂ. ഒരുപക്ഷെ എത്താൻ സാധ്യതയില്ല. കാരണം ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. നമ്മളുടെ സ്വഭാവം എല്ലാം, അതുകൊണ്ടാ ഗലാത്യർ 2:20 പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഞാൻ ക്രൂശിക്കപ്പെടണം. എന്റെ തോന്നൽക്കനുസരിച്ചല്ല ഞാൻ ജീവിക്കുന്നത്. സഭയോട് ചേരണം, കൂട്ടായ്മയോട് ചേരണം, ബൈബിൾ സ്റ്റഡിയിൽ വരണം, വചനം സ്വീകരിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സുവിശേഷം പറയണം, അനേകരെ ശിഷ്യരാക്കണം. ഇതെല്ലാം കർത്താവ് എനിക്ക് തന്ന കൽപ്പനയാ. ഞാൻ എങ്ങനെയെങ്കിലും വെല്ലവണ്ണം അതിനുവേണ്ടി ഓടണം, വെല്ലവണ്ണം അതിനുവേണ്ടി പരിശ്രമിക്കണം. കർത്താവിനെ ഏൽപ്പിച്ചത് എനിക്ക് ചെയ്യണം. എനിക്ക് വിശ്വസ്തനായിരിക്കണം. എനിക്ക് വേണ്ടി ജീവൻ തന്നൊരു ദൈവമുണ്ട്, എന്നെ സ്നേഹിച്ച ഒരുവനുണ്ട്, എന്നെ സ്നേഹിച്ച് ക്രൂശിൽ മരിച്ച് അത് പ്രദർശിപ്പിച്ച ഒരു ദൈവം എനിക്കുണ്ട്. അവരെ എനിക്ക് അനുസരിക്കണം. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയേ ഇരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷെ ദൈവരാജ്യത്തിലോ ഒരു പ്രയോജനവും ഇല്ല. അത് നിലത്ത് വീണ് ചാകുന്നെങ്കിലോ, നമ്മുടെ സമയം കൊടുക്കുന്നു ദൈവരാജ്യത്തിൽ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയിൽ വരുന്നു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അത് സ്വയം ചാവുകയാണ്. എന്നാൽ വളരെ ഫലം അതിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് ഈ വചനം നമ്മളോട് സംസാരിക്കുന്നത്. അടുത്ത വചനം, പ്രൈസ് ഗോഡ്. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. തന്റെ ജീവനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സ്വയം എനിക്ക് വേണ്ടത് ചെയ്യുക, എനിക്ക് സന്തോഷമുള്ളത് ചെയ്യുക,
എൻ്റെ ജീവിതത്തിൽ ആരും കയറി ഇടപെടണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും, നല്ല സൗകര്യത്തിലോ സന്തോഷത്തിലോ എനിക്ക് അങ്ങനെ ജീവിക്കുക. സ്വയം നമ്മുടെ ജീവനെ സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ നഷ്ടമാക്കും. അങ്ങനെ ഈ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാത്തവൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ, മറ്റുള്ളവരോട് സുവിശേഷം പറയാത്തവൻ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാത്തവൻ, അവൻ എന്താ ചെയ്യുന്നേ? അവൻ സ്വന്തം ജീവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും പറ്റിയാലോ, ആരെങ്കിലും എന്തെങ്കിലും ദേഷ്യം പറഞ്ഞാലോ, പരിഹസിച്ചാലോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത്. എങ്ങാനും ഇനി ചില ആൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറയില്ല, പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഉണ്ടാകണല്ലോ. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ട്. ചിലർ പറയണ എനിക്ക് എന്താ ഈ കഷ്ടത എന്ന് മനസ്സിലായിട്ടില്ല. അതിന്റെ അർത്ഥം ഒന്നും ചെയ്തിട്ടില്ല, ഗോതമ്പൊടിയായിട്ട് ഇരിക്കുക, ഒരു കഷ്ടതയും ഇല്ല, സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുക. സ്വന്തം ജീവനെ കെട്ടിപ്പടുത്തുവാൻ നോക്കുന്നവർ അത് നഷ്ടമാക്കും. അവർക്കത് ലഭിക്കുകയില്ല, അവർക്ക് നിത്യജീവൻ നഷ്ടപ്പെടും. എന്നാൽ അടുത്തത് അവിടെ തന്നെ ഒന്ന് വായിച്ച് സഹായിക്കാമോ വേഗം? നോക്ക്, ഇഹലോകത്തിൽ തന്നെ ജീവനെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവനെ നമ്മൾ വില കൽപ്പിക്കുന്നില്ല. നമ്മളുടെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി വിതയ്ക്കപ്പെടുകയാ, നമ്മുടെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി വിതയ്ക്കപ്പെടുകയാ. അനേകരെ രക്ഷകയിലേക്ക് വരുവാൻ ദൈവം പറഞ്ഞത് അനുസരിക്കുകയാ. അനേകരെ പിശാചിന്റെ ബന്ധനങ്ങളിൽ നിന്ന് അഴിക്കുവാൻ നമ്മൾ നടക്കുകയാ. കുടുംബത്തിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ എടുക്കുകയാ. നമുക്ക് തോന്നിയിട്ടല്ല, പലപ്പോഴും വേദനയുണ്ട്, ക്ഷമിക്കുകയാ. നമ്മൾ അവിടെ ചാവുകയാ ചെയ്യുന്നത്. I have been crucified with Christ. I have been crucified with Christ. ഒരു വാക്ക് ദേഷ്യത്തിൽ പറയുവാൻ എനിക്ക് അവകാശമില്ല. I am purchased with his blood. ഞാൻ അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവനാണ്. എന്റെ ഉടയവനെ എനിക്ക് അനുസരിക്കണം. അപ്പൊ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോഴും ക്ഷമയോടെ കേൾക്കുകയാ. തിരിച്ച് ഒരു ദേഷ്യവും പറയുവാൻ എനിക്ക് അവകാശമില്ല. Because you have been purchased with his blood. യേശുവിന്റെ രക്തത്താൽ നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ. ചാകുകയാ അവിടെ. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ, സ്വന്തം കാര്യങ്ങൾ നോക്കി, സ്വന്തം തന്നെ എൻ്റെ കാര്യങ്ങൾ ഭംഗിയാക്കുവാൻ, പ്രാർത്ഥന അതിനുവേണ്ടി, ജീവിതം അതിനുവേണ്ടി, എല്ലാം അതിനുവേണ്ടി. മറ്റുള്ളവർക്ക് പ്രയോജനമില്ല, മറ്റുള്ളവരുടെ ജീവിതത്തെ സ്പർശിക്കുന്നില്ല. ചിലപ്പോൾ വാക്കാൽ ചിലത് പറയായിരിക്കും, അത് കർത്താവ് കണക്കിടില്ല. പ്രവൃത്തിയാലും സത്യത്തിലും അത് വെളിപ്പെടണം. നമ്മുടെ ജീവൻ നമ്മൾ കൊടുത്തില്ലെങ്കിൽ നിത്യജീവൻ അവർ അവകാശമാക്കുകയില്ല. സ്വന്തം ജീവിതം കരുപിടിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ അത് നഷ്ടമാക്കും. എന്നാൽ ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവർ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അടുത്ത വചനം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഉണ്ടായിരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് ആദരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ, എൻ്റെ വേലകൾ ചെയ്യുന്നവൻ, ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നവൻ, ദൈവരാജ്യത്തിൽ കൊടുത്ത അപ്പോയിന്റ്മെന്റ് ലെറ്റർ വായിച്ചു നോക്കുന്നവൻ, ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് ഈ വചനങ്ങളിലൂടെ എപ്പോഴും ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവൻ, ഓരോ കൂട്ടായ്മയിലും വചനം പഠിക്കുമ്പോൾ കർത്താവേ അങ്ങ് ഇതാണോ എന്നോട് പറഞ്ഞത് എന്ന് ദാഹത്തോടെ സ്വീകരിക്കുന്നവൻ, അവനെ അനുസരിക്കുന്നവൻ, സ്വയം ചാകുന്നവൻ, സ്വന്തം ജഡത്തെ ക്രൂശിക്കുന്നവൻ എന്നോട് കൂടെ വസിക്കും. അവനെ പിതാവ് ആദരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഒരു നല്ല റിവാർഡ് തന്ന് സ്വർഗത്തിലുള്ളവരെല്ലാം കൈയടിച്ച്, ഇതിനെയാ പറയുന്ന ആദരിക്കുക എന്ന്. ഇപ്പൊ ശരിയാ, ക്ലേശങ്ങളുണ്ട്. ലോകം പറയും നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നിനക്ക് വേറെ നിന്റെ കാര്യം നോക്കി ജീവിച്ചൂടെ. എന്നാൽ ഇതെല്ലാം ഒരു തരി കണക്ക് വിടാതെ എഴുതി വെക്കുന്ന ഒരു പിതാവുണ്ട്. പിതാവ് നമ്മളെ നിത്യതയിൽ ആദരിക്കും. ഹല്ലേലൂയ.